സോ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന സക്സസീവ് മെത്തേഡാണ്. സോ സക്സസീവ് മെത്തേഡിൽ ആദ്യം ഞാൻ ജനറലി പറഞ്ഞുതരാം. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 20% ഇൻക്രീസായി, ബ്രെഡ്ത്ത് 10% ഡിക്രീസായി. സോ ഓവറോൾ ഏരിയയുടെ ചേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോ ചേഞ്ച് ഇൻ ഏരിയ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ റെക്റ്റാങ്കിളുടെ. സോ നമുക്ക് രണ്ട് മെത്തേഡ് ചെയ്യാം. ഞാൻ എന്നിട്ട് സക്സസീവ് പറഞ്ഞു തരാം. ആദ്യത്തെ മെത്തേഡ് സാധാരണ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് സക്സസീവ് പറഞ്ഞു തരാം. സോ സാധാരണ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 20% ഇൻക്രീസ്. സോ 20% ഈസ് 1/5, റൈറ്റ്? സോ 1/5 ഇൻക്രീസ് ചെയ്യുമ്പോൾ 6/5 ആയിരിക്കും. ഇനി ബ്രെഡ്ത്ത് 10% ഡിക്രീസ്, 1/10 ഡിക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ 9/10 വരും. ഇനി ചേഞ്ച് ഇൻ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. സോ 6/5 ഇൻറ്റു 9/10. അപ്പോൾ ഇതെന്ത് വരും? 54/50. സോ എത്രയാണ് ഇൻക്രീസ് ആയിട്ടുള്ളത്? 4 ആണ്. അപ്പോൾ 50 ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. ഇത് വെട്ടി ചെറുതാക്കുമ്പോൾ 2/25 വരും. 1/25 എന്താണ്? 4% ആണ്. അപ്പോൾ 2 ഇൻറ്റു 4 എത്രയാണ്? 8% ആണ് ഓവറോൾ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത് ഏരിയയിൽ. ഇനി സക്സസീവ് വെച്ച് പറയുകയാണെങ്കിൽ സക്സസീവിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ +or - a +or - b +or - ab/100. ഇത് രണ്ട്, ഇപ്പോൾ ലെങ്ത്ത് ബ്രെഡ്ത്ത് അങ്ങനെ രണ്ട് വാല്യൂസ് തരുവാണെങ്കിൽ മാത്രമാണ് ഈ സക്സസീവ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് SICLൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം. നമുക്ക് 20% ലെങ്ത്ത് ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. സോ +20, പ്ലസ് ഇടേണ്ട ആവശ്യമില്ല, 20. ദെൻ ബ്രെഡ്ത്ത് ഡിക്രീസ് ആവുകയാണ് ചെയ്തത്. സോ -10. ഇനി +or - ab. ഇവിടെ ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ മൈനസ് ആയിരിക്കും വരിക. സോ -20 ഇൻറ്റു 10 എത്രയാണ്? 200 ഡിവൈഡഡ് ബൈ 100. സോ 20 - 10 എത്രയായിരിക്കും വരിക? 10. 10 - 2 എത്രയായിരിക്കും വരിക? 8. സോ 8% എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഇൻക്രീസ് ആയിരിക്കും, കാരണം ഇവിടെ പോസിറ്റീവ് അല്ലേ. ഇനി ഇവിടെ ഇപ്പോൾ -10 + 2 ആണെന്ന് വയ്ക്കുക. സോ -8 നമുക്ക് കിട്ടുകയാണെങ്കിൽ ഡിക്രീസ് ആയിരിക്കും വരിക. ഇവിടെ വാല്യൂ മൈനസ് ആണെങ്കിൽ ഡിക്രീസ്, പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസ്. സോ അങ്ങനെയാണ് നമ്മൾ സക്സസീവ് മെത്തേഡ് കണ്ടുപിടിക്കേണ്ടത്. താങ്ക് യു.